ഈ അടുത്ത കാലത്ത് എന്ന വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദ്രജിത്ത് ഒപ്പം തന്നെ നായികയായി എത്തിയ മൈഥിലി എന്നിവർ മിയാവുൽ അതിഥികളെ എത്തിയിരിക്കുന്നു. രണ്ടുപേർക്കും സ്വാഗതം മിയാവുലേക്ക്. ശ്രീ ഇന്ദ്രജിത്ത്, താങ്കളുടെ കരിയറിലെ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ എടുത്താൽ ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിലെ കഥാപാത്രവും ഒരു ഇമേജ് ബ്രേക്കിംഗ് റോൾ തന്നെയാണ്. താരം എന്നതിനപ്പുറത്ത് അഭിനേതാവ് എന്ന നിലയിലുള്ള പ്രാധാന്യം കൽപ്പിക്കൽ അത് തന്നെയാണ് സിനിമയിലേക്കും കഥാപാത്രത്തിലേക്കും നയിച്ചത്. തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കഥാപാത്രവും അതുപോലെയുള്ളൊരു സിനിമയും കൂടിയാണ് ഈ അടുത്ത കാലത്ത്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു നെറേറ്റീവ് രീതി, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കുറെ കഥാമുഹൂർത്തങ്ങൾ, അതുപോലെ ഇന്നുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം. ഇതിനകത്ത് എൻ്റെ കഥാപാത്രം സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന തട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നിട്ട് അഭിനയിക്കുന്നത്. എൻ്റെ കഥാപാത്രത്തിന്റെ പേര് വിഷ്ണു എന്നാണ്. ഇയാളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇയാള് ഈ വേസ്റ്റ് ജങ്ക് യാർഡ്സിലൊക്കെ പോയി ചെറിയ സാധനങ്ങളൊക്കെ പെറുക്കി അതിൽ നിന്ന് ചെറിയ ടോയ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ബീച്ച്, അതുപോലെ മ്യൂസിയം മുതലായ പബ്ലിക് സ്ഥലങ്ങളിൽ വിറ്റ് കാശുണ്ടാക്കുക. പിന്നെ അത്യാവശ്യം ഇയാൾ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെക്നിക്കലി ബ്രില്യൻ പ്ലെയർ അല്ല, വെട്ടും, അതായത് അടിക്കും. സിക്സും ഫോറും മാത്രം അടിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം അത്യാവശ്യം ക്ലബ് മാച്ചസ് ഒക്കെ നടക്കുമ്പോൾ പല ക്ലബ്ബുകളും ഇയാളെ കാശ് കൊടുത്ത് വാടകയ്ക്കെടുത്ത് കളിപ്പിക്കുന്നൊരു അങ്ങനെയുള്ള ചെറിയ വരുമാന മാർഗമുള്ള ഈ വിഷ്ണുവിന്റെ ലൈഫിൽ, വളരെ സാധാരണ മനുഷ്യനായ വിഷ്ണുവിന്റെ ലൈഫിൽ നടക്കുന്ന ചില അസാധാരണ സംഭവങ്ങൾ കാരണം ഇയാളുടെ ലൈഫ് ഒരു വഴിത്തിരിവിലേക്ക് പോവുകയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ കുറെ സംഭവങ്ങൾ നടക്കുന്നതൊക്കെയാണ് ഈ അടുത്ത കാലത്ത് എന്ന ഈ സിനിമയിലെ ഒരു കഥാതന്തു എന്ന് പറയുന്നത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ പ്രൊമോഷൻ ഘട്ടം മുതൽ ഇവിടെ വരെയുള്ള ഗെറ്റപ്പിൽ കാണാം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഗെറ്റപ്പ്. അതിനോടൊപ്പം തന്നെ പെർഫോമൻസിനും അത്ര കണ്ട് പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. ഒപ്പം പുതുനിര സിനിമയുടെ ഭാഗമാവാൻ സാധിക്കുന്നു. അരുൺകുമാർ നേരത്തെ കോക്ടെയിൽ ഒരുക്കിയിരുന്നു. അത്തരത്തിലൊരു വ്യത്യസ്തത പ്രേക്ഷകർക്ക് അനുഭവപ്പെടുത്തിയതാണ്. അത് തന്നെയാണ് നാളെ ഈ ചിത്രം തിയേറ്ററിലെത്തുമ്പോഴുള്ള സന്തോഷം. തീർച്ചയായിട്ടും അതെ. അരുൺകുമാറായിട്ട് എൻ്റെ ഒരു ബന്ധം പറയുകയാണെങ്കിൽ ശരിക്കും ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു ബന്ധമല്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ രംഗത്തേക്ക് വന്നവരാണ്. ഞാൻ എൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഒരു ടെലി സിനിമ ചെയ്തുകൊണ്ടാണ്. അതേ ടെലി സിനിമയുടെ എഡിറ്ററായിട്ടാണ് അരുൺകുമാർ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു രംഗത്തേക്ക് പ്രവേശിച്ചവരാണെന്ന് വേണമെങ്കിൽ പറയാം. ആ സമയം തൊട്ട് നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുപാട് കഥകളും ഒരുപാട് സബ്ജക്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അരുണിന്റെ രണ്ടാമത്തെ സിനിമയിലാണ് ഒരുമിച്ചൊരു സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ജനറേഷൻ എനർജി, അതുപോലെ അരുണിന്റെ കാര്യം പോലെ തന്നെ മുരളി ഗോപിയാണ് എൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. മുരളി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വളരെ പോസിറ്റീവ് എനർജി ഈ സിനിമയിലുണ്ടാവും. പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്തെങ്കിലും ഒരു ന്യൂ ആയിട്ടൊരു സാധനം നമ്മൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ട് വളരെ ന്യൂ ആയിട്ട് എന്തെങ്കിലും ഒരു കഥ, അതുപോലെയുള്ള കഥാപാത്രം എന്ന് രൂപപ്പെടുത്തി എടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റിലേക്ക് ഇരുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഈ സിനിമ വർക്ക് ചെയ്തത്. ആ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്കും സ്പ്രെഡ് ചെയ്യട്ടെ, അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിറ്റി ഓഫ് ഗോഡിലെ വേലു ആണെങ്കിലും ഇത്തരത്തിൽ വളരെ ഡിഫറെന്റ് ആയ ഒരു റോൾ, തന്നിലെ അഭിനേതാവിനെ മാത്രം പ്രാധാന്യം കൽപ്പിച്ചുള്ള ഒരു റോൾ തന്നെയായിരുന്നു സിറ്റി ഓഫ് ഗോഡ്. അതിനുശേഷം ഈ സിനിമയിൽ എത്തുമ്പോഴും ഇത്തരത്തിൽ വെല്ലുവിളി നിറഞ്ഞൊരു കഥാപാത്രത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇത് ഒറ്റനായക സങ്കല്പത്തെയും ഒപ്പം താരങ്ങളെയൊക്കെ അകറ്റി നിർത്തി പുതുവഴിയിലേക്ക് നീങ്ങുന്ന മലയാള സിനിമ അതിനെ കൂടി ഉൾക്കൊണ്ടാണ്. നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് എല്ലാ നടനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും അതുപോലെ തന്നെ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മുഖമായിരിക്കും ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിലെ വെട്ട് വിഷ്ണു എന്ന കഥാപാത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ ബേസിക്കലി ഒരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തിരുവനന്തപുരംകാരനായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന താഴ്ന്ന തട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ഇതിനു മുമ്പേ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം പോർട്രേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാ രീതിയിലും ഈ കഥാപാത്രവും അതുപോലെ തന്നെ ഈ സിനിമയും ഒരുപാട് പുതുമകൾ എനിക്കൊരുപാട് പുതുമകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകന് തിയേറ്ററിൽ കാണുമ്പോൾ അത് ഇഷ്ടപ്പെടട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഇതിൽ തന്നെ കഥാപാത്രത്തെ കുറിച്ച് ഒരു സൂചന നൽകി. ഭർത്താവിന് പോലും പേടിയുള്ളൊരു ഭാര്യയാണ്. ഇത്തരമൊരു പേരിലേക്ക് വന്നപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എത്രമാത്രം കംഫർട്ടബിൾ ആയിരുന്നു ശ്രീന്ദ്രജിത്ത്? മൈഥിലിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിൾ ആണ്. മൈഥിലി വളരെ ഔട്ട്സ്പോക്കൺ ആണ്, ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രകൃതിയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഓൺ ദ സ്പോട്ട് പല സീൻസിൽ അഭിനയിക്കുമ്പോൾ ഇംപ്രൂവൈസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ മൈഥിലിക്ക് ഈ തിരുവനന്തപുരം ഭാഷ വലിയൊരു പിടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും അതുപോലെ അരുണും മുരളിയും ഞങ്ങൾ മൂന്നുപേരും തിരുവനന്തപുരംകാരാണ്. അപ്പോൾ മൈഥിലിയെ ഞങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ഒരു ഗിവൻ ടേക്കിലൂടെയാണ് എപ്പോഴും ഒരു സീനിൽ ഇപ്പോൾ രണ്ട് ആർട്ടിസ്റ്റുകൾ ഒരു സീനിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഗിവൻ ടേക്കിലൂടെ
സിനിമയിലൂടെ നമുക്ക് സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്ത് ആ ഒരു സീൻ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് തീർച്ചയായിട്ടും മൈഥിലിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ആ ഒരു കെമിസ്ട്രി തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. മൈഥിലിയുടെ കാര്യത്തിലും ഇനി തുടർന്നങ്ങോട്ട് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥിരം സ്വഭാവമുള്ള കഥാപാത്രം വേണ്ട, അഭിനയിക്കാൻ എന്തെങ്കിലും വേണം എന്നൊരു നിശ്ചയം ഈ സിനിമയിലൂടെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനാണ്. അങ്ങനെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ശ്രീ ഇന്ദ്രജിത്ത്, ഇതിന്റെ ഒരു പ്രൊമോഷൻ ഘട്ടം പരിഗണിച്ചാൽ തുടക്കം മുതൽ വളരെ വ്യത്യസ്തമായ ഒരു ടീസർ, അതിനുശേഷം ഓൺലൈൻ പ്രൊമോഷനിലാണ് ശ്രദ്ധിക്കാം. ഫേസ്ബുക്കിലടക്കം വളരെ വ്യത്യസ്തതകൾക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ നിർബന്ധപൂർവ്വം ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും താങ്കളുടെ പേജുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു മത്സര സ്വഭാവത്തോടെ തന്നെ സിനിമയുടെ ഒരു പ്രൊമോഷൻ ഘട്ടം കാണുന്നുണ്ട്. ഇത് കൂടുതൽ പേരിലേക്ക് സിനിമ എത്തിക്കാനുള്ള അത്തരം ശ്രമങ്ങളെ? തീർച്ചയായിട്ടും അതെ. കാരണം ഇന്റർനെറ്റ് എന്നൊരു മാധ്യമം എന്ന് പറയുന്നത് അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു മാധ്യമമാണ്. നമുക്ക് സിനിമ പബ്ലിസിറ്റി അല്ലെങ്കിൽ സിനിമ മാർക്കറ്റിങ്ങിന് ഇന്റർനെറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇരുന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹിന്ദി സിനിമയാണെങ്കിലും ഇംഗ്ലീഷ് ഫിലിംസ് ആണെങ്കിലും സിനിമയൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയൊരു ചർച്ചാ വിഷയമാവുകയും ഇന്റർനെറ്റിൽ ഉടനീളം അതിൻ്റെ സ്റ്റിൽസും കാര്യങ്ങളും ആരൊക്കെ അഭിനയിക്കുന്നു അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഇന്റർനെറ്റിൽ വാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിന് അകത്ത് എന്നുള്ളത് മാത്രമല്ല, കേരളത്തിന് പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ഒരു വൈഡ് റേഞ്ച് ഓഫ് മലയാളീസിന് നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന സിനിമകളെ കുറിച്ചുള്ള ന്യൂസും അതിൽ അഭിനയിക്കുന്നവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എന്താണ് ഈ സിനിമ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു വലിയൊരു വാസ്റ്റ് നോളജ് തരാൻ തീർച്ചയായിട്ടും ഇന്റർനെറ്റ് സഹായിക്കും. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു ചെറിയ കോൺടെസ്റ്റ് ആണ്. അതായത് ഈ അടുത്ത കാലത്ത് നടന്ന ഏതെങ്കിലും വളരെ അബ്നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫേസ്ബുക്കിൽ ഈ സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിന് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ളൊരു ചെറിയ നമുക്ക് പറ്റുന്നത് പോലെ ഒരു ചെറിയൊരു കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമ കൂടുതൽ ഇന്റർനെറ്റിന്റെ ഒരു യൂസേജിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്താൽ നമ്മുടെ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഗുണകരമാവും തന്നെയാണ് വിശ്വാസം. തീർച്ചയായും താങ്കളുടെ കരിയറിലെ ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കഥാപാത്രമായിരുന്നു കർമ്മയോഗിയും കൂടി തിയേറ്ററിലെത്തുകയാണ്. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് VK പ്രകാശ് സംവിധാനം ചെയ്ത കർമ്മയോഗി പ്രദർശനത്തിന്. ഇന്ദ്രജിത്ത് നായകനായ ചിത്രം അടുത്ത മാസം 9 തിയേറ്ററുകളിലെത്തും. ബൽറാം മട്ടന്നൂരിന്റേതാണ് തിരക്കഥ. ടു ബി ഓർ നോട്ട് ടു ബി, ഷേക്സ്പിയറിന്റെ എഴുത്തുപുരവിട്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തെത്തിയ വാചകം. വിഭജിക്കപ്പെട്ട മനസ്സിന്റെ ഉടമയായി വിശേഷിക്കപ്പെടുന്ന ഹാംലെറ്റ് വിശ്വാസങ്ങളും പരമ്പരാഗത ആചാരങ്ങളും പൊതിഞ്ഞുകിടക്കുന്ന ഉത്തര മലബാറിന്റെ മണ്ണിൽ പുനർജനിക്കുമ്പോഴാണ് കർമ്മയോഗിയുടെ പടതുടക്കം. ഹാംലെറ്റിന്റെ മനോവ്യാപാരങ്ങളുടെ ഇനിയും കണ്ടെത്താനാകാത്ത തലത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് കർമ്മയോഗി. ഏകരാജ്യം എന്ന സാങ്കല്പിക നാട്ടുരാജ്യത്താണ് കഥ നടക്കുന്നത്. കേളിപാത്രം എന്ന അനുഷ്ഠാനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച യോഗി സമുദായം. അച്ഛൻ രുദ്രൻ വലിയ ഗുരുക്കളുടെ വിഷം തീണ്ടിയുള്ള മരണത്തിൽ സംശയാലുവായ മകൻ രുദ്രൻ. വേണമോ വേണ്ടയോ എന്ന സംശയങ്ങളിലൂടെയുള്ള ഇയാളുടെ യാത്രയാണ് ചിത്രം. പ്രതികാരം, അതിന് നേരം നിറയും വേണം. ഏകരാജ്യം അംഗീകരിക്കണം, പരമശിവൻ അനുഗ്രഹിക്കണം. പിതാവിനെ കൊലപ്പെടുത്തിയ ചെറിയച്ഛനോടുള്ള പ്രതികാരവും പിതാവ് അവശേഷിപ്പിച്ച ചിന്തകളുടെ തുടർച്ചയും രുദ്രന് ജീവിതമാകുന്നു. രുദ്രൻ ഗുരുക്കളായും വലിയ ഗുരുക്കളായും ഇന്ദ്രജിത്ത് വേഷമിട്ടിരിക്കുന്നു. ആയോധന മുറകളിൽ അതിപ്രാവീണ്യമുള്ള രുദ്രൻ ഗുരുക്കൾ ഇന്ദ്രജിത്തിന്റെ കരിയറിലെ വെല്ലുവിളിയുയർത്തിയ കഥാപാത്രങ്ങളിലൊന്നാണ്. ഭ്രമാത്മക തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒഫീലിയയുടെ പ്രതിനിധിയായി 3 മണി എന്ന പേരിൽ നിത്യാമേനോനും ചിത്രത്തിലുണ്ട്. ജീവനുള്ള സംഭാഷണക്രമത്തിലൂന്നി ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തെ പ്രതിനിധീകരിക്കാതെയാണ് കർമ്മയോഗി കഥ പറയുന്നത്. RD രാജശേഖരന്റെ ക്യാമറ ഉത്തര മലബാറിന്റെ മണ്ണിൽ ഏകരാജ്യം എന്ന കാൽപ്പനിക ഗ്രാമം ഒരുക്കിയിരിക്കുന്നു. ഔസേപ്പച്ചനാണ് സംഗീതം. MR ഗോപകുമാർ, സൈജു കുറുപ്പ്, പത്മിനി കൊലാപുരി, കനി എന്നിവരും ശ്രദ്ധേയ വേഷത്തിലുണ്ട്. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പനോരമ വിഭാഗത്തിൽ സ്ക്രീനിലെത്തിയ ചിത്രം ക്രിയേറ്റീവ് ലാൻഡ് പിക്ചേഴ്സ് ആണ് പ്രദർശനത്തിനെത്തിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ. ശ്രീന്ദ്രജിത്ത്, കർമ്മയോഗി എന്ന ചിത്രവും താങ്കൾക്ക് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്. മേളകളിൽ പ്രേക്ഷകർ ഇത് കണ്ടതാണ്. ഇത് കേരളത്തിലെ തിയേറ്ററുകളിൽ കൂടി എത്തുകയാണ്. അതേക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന കഥാപാത്രത്തെ, ഹാംലെറ്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഷേക്സ്പിയറിന്റെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്ലേ ആണെന്നാണ് എല്ലാവരും ഇപ്പോൾ ഷേക്സ്പിയർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ആരാധകരും അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് ആയിട്ട്, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് സിനിമയായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഹാംലെറ്റ് ആണ്. ഇപ്പോൾ ഒഥല്ലോ ആണെങ്കിലും അല്ലെങ്കിൽ മാക്ബത്ത് ആണെങ്കിലും പല ഭാഷകളിൽ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഇതിന് മുമ്പ് നമ്മൾ വേൾഡ് സിനിമയിൽ കണ്ടിട്ടുണ്ട്.
പക്ഷെ ഹാംലെറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അഡാപ്റ്റ് ചെയ്ത് ഒരു സിനിമയാക്കുമ്പോൾ അതിൽ ഹാംലെറ്റിന്റെ വേഷം ഈ രുദ്രൻ ഗുരുക്കൾ എന്ന വേഷത്തിലൂടെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് വളരെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കൂടി എനിക്ക് തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഈ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ ഈ ഒരു വൺ ലൈൻ അത് സിനിമയിൽ ഉടനീളം ഹാംലെറ്റ് എന്ത് കാര്യം രുദ്രൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു ഇമോഷണൽ കോംപ്ലക്സിറ്റി ഈ രുദ്രനുണ്ട്. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റി ഉടനീളം നിലനിർത്തി ആ സിനിമ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ തുളുനാട്ടിലുള്ള യോഗി സമുദായക്കാരുടെ ബാക്ക്ഡ്രോപ്പിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളരി മുതലായ മാർഷൽ ആർട്സ്, അതുപോലെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അപ്പോൾ കാഴ്ചപ്പയറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിപ്പയർ ചെയ്തൊരു സിനിമയാണ്. അത് ഈ രീതിയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യൻ പനോരമയ്ക്ക് സെലക്ടഡ് ആയി, അതുപോലെ കേരള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ഇപ്പോൾ അതുപോലെ ബോംബെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അങ്ങനെ ഫെസ്റ്റിവൽസിലൊക്കെ ഒരു റൗണ്ട് അടിച്ചപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെയധികം നന്ദി ശ്രീ ഇന്ദ്രജിത്ത്. ഒപ്പം മൈഥിലി, രണ്ടുപേരും ആദ്യമായി ജോഡികളായ ചിത്രം, ഒപ്പം തന്നെ ഏറെ വ്യത്യസ്തത അവകാശപ്പെടാവുന്ന ഈ അടുത്ത കാലത്ത് മികച്ച വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ഇടവേള.